ഈ ബ്ലോക്കിലെ പ്രതിപക്ഷമായ CPM ബ്ലോക്കിനകത്ത് ഭരണസ്തംഭനമാണ്, ബോർഡിൽ ലീഗും കോൺഗ്രസും അംഗങ്ങളും തമ്മിൽ വഴക്കാണെന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഈ രീതി മുന്നോട്ട് പോയാൽ അവർ പ്രത്യക്ഷമായി സമരത്തിന് ഇറങ്ങും എന്നാണ് പറയുന്നത്. ബ്ലോക്കിൽ ഭരണസ്തംഭനം ഉണ്ടോ? ഒരു സ്തംഭനമില്ല. സുഖകരമായിട്ട് ഞങ്ങൾ ഈ 5 വർഷം യോജിച്ച് പ്രതിപക്ഷം ഒക്കെ തന്നെ യോജിപ്പിച്ചുകൊണ്ട് 15 മെമ്പർമാർ യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകണം. നിങ്ങളൊരു അംഗം തന്നെയാണ്. കഴിഞ്ഞ ദിവസം പരസ്യമായി എന്നോടാണ് പറഞ്ഞത്, പ്രസിഡന്റ് സെക്രട്ടറിയുമായി കൂട്ടുപിടിച്ച് ഫണ്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നു. CPM കിട്ടുന്ന പരിഗണന പോലും ബ്ലോക്കിൽ കോൺഗ്രസ് കിട്ടുന്നില്ല എന്ന ഓരോ ജനപ്രതികളും ഓരോ പഞ്ചായത്ത് മെമ്പർമാരായാലും ബ്ലോക്ക് മെമ്പർമാരായാലും സ്വന്തം ഡിവിഷൻ സ്ഥാനത്തേക്കുള്ള വികസനത്തിന് ഫണ്ട് ചോദിക്കും. അതോ മെമ്പർമാരുടെ കഴിവാണ് ചോദിച്ചു വാങ്ങി വികസനം കൊണ്ടുവരിക എന്നുള്ളത്. അത് കഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം. അത് ഇവിടെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ UDF ഇവിടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ കേസ് ഓംബുഡ്സ്മാന്റെ കയ്യിലെത്തി നിൽക്കുകയാണ്. അതിലിനി എന്താണ് അതിന്റെ ബാക്കിവാസം? ഓംബുഡ്സ്മാന്റെ ആ കേസുകൾക്ക് അതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ബോർഡ് മൊത്തം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലീഗ് അംഗമായ പ്രസിഡന്റും കൂടെ തന്നെയാണ്. ലീഗ് എന്നില്ല, ഇവിടെ UDF മെമ്പർമാരാ. അവിടെ ലീഗോ കോൺഗ്രസോ എന്നുള്ള പ്രശ്നമില്ല. ഒറ്റക്കെട്ടാ. നിങ്ങൾ അംഗം ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും അത് തെറ്റാണ്. അതൊക്കെ ഞങ്ങൾ UDF പരിഹരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോപണം തെറ്റോ ശരിയോ എന്നുള്ളതല്ല, ഞങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചു. അനാവശ്യമോ മറ്റ് വിഷയങ്ങളോ എന്നുള്ള ബോർഡിന്റെ ഉള്ളിൽ ഇരുന്ന് തീരുമാനിച്ചു. അത് പ്രതിപക്ഷ മെമ്പർമാർക്കൊക്കെ അറിയാലോ. അപ്പൊ ഈ അംഗം കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണത്തെ കഴമ്പില്ല എന്നതാണ്. കഴമ്പാ വിഷയം ഒരു വിഷയം വരുമ്പോ ആ വിഷയം ചർച്ച ചെയ്യും, തീരുമാനിക്കും. തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനിച്ചു കഴിഞ്ഞു. വിഷയമല്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 3 മെമ്പർമാരുണ്ട്. അവർ ഞങ്ങൾ യോജിച്ചെന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഫണ്ട് കിട്ടാത്ത പരാതിയൊന്നുമില്ല? ഫണ്ട് എല്ലാ ഡിവിഷനുകൾക്കും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ചിലപ്പോൾ ഞാൻ പ്രസിഡന്റായ സമയത്തും കുറവുള്ള ഡിവിഷനുകൾക്ക് അടുത്ത വർഷ പദ്ധതി കൊടുക്കും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്.